ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്തിലെ 61, 62, 63 ആയത്തുകളാണ് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ Recording in progress. وَلَئِن سَأَلْتَهُم സാക്കിനത്തായ നൂൻ ശേഷം സീന്. ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്, ഇഖ്ഫാ മുറഖഖ് അല്ലെങ്കിൽ ഗുന്ന മുറഖഖ. അങ്ങനെയാണ് തർക്കീഖോട് കൂടിയുള്ള ഇഖ്ഫാ ആണ് വേണ്ടത്. വലഇൻ ഇൻ സഅൽതഹും എന്ന് ഉച്ചരിക്കണം. സഅൽതഹും മൻ സാക്കിനത്ത മീം ശേഷം മീം. ഈ രണ്ട് മീമും പരസ്പരം ലയിപ്പിച്ചുകൊണ്ട് സാക്കിനത്തായ മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകണം. മൻ ഖലഖ സാക്കിനത്തായ നൂനും ശേഷം ഖാഉം വരുന്നുണ്ട്. അവിടെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ വലഇൻ സഅൽതഹും മൻ ഖലഖ ഖാഫ് ഖാഫ് ഇതൊക്കെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. മൻ ഖലഖസ് സമാവാതി വൽ അർദ വസഖർ ല അസ്സമാവാതി വാവ് എപ്പോഴും നാം സൂചിപ്പിക്കാറുണ്ട്. രണ്ട് ചുണ്ടുകളിൽ നിന്ന് വരേണ്ട അക്ഷരമാണ്. അസ്സമാവാതി വൽ അർദ റാഉം ളാദും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. വൽ അർദ വസഖറ വീണ്ടും ഖാ റാ തഫ്ഖീം ചെയ്യണം. ഇസ്തിലാന്റെ അക്ഷരമാണ് ഖാ റാ തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരം. അപ്പോൾ വസഖറ അശ്ശംസ വസഖറ അശ്ശംസ ഈ പദത്തിൽ ഒരു സാക്കിനത മീമുണ്ട് അശ്ശംസ. അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. അശ്ശംസ വൽ ഖമറ ഖാഫ് തഫ്ഖീം ചെയ്യണം ഇസ്തിലാന്റെ അക്ഷരം. എന്നാൽ മീമിന് തഫ്ഖീമില്ല. ഖ മ മ റ വൽ ഖമറ വൽ ഖമറ റാഇന് തഫ്ഖീമാണ്. ലയഖൂലുന്ന ഖാഫിന് തഫ്ഖീം അപേക്ഷികമായ ضم നൽകപ്പെട്ട അവസ്ഥയിലുള്ള തഫ്ഖീം. ലയഖൂലുന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലയഖൂലുന്ന അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം. തൊട്ടു മുമ്പിൽ ഫത്ഹ വന്നിട്ടുണ്ട്. ഫഅന്നാ യുഫകൂൻ നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫഅന്നാ യുഫകൂൻ എല്ലാ ഹർഫുകളും ഇസ്തിഫാലിന്റേതാണ്, തർക്കീഖാണ് എല്ലാറ്റിനും എന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ തഫ്ഖീമിന്റെ അക്ഷരങ്ങൾ എണ്ണപ്പെട്ട അക്ഷരങ്ങളെ നാം സൂചിപ്പിച്ചു. അതല്ലാത്തവക്കൊക്കെയും തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. അല്ലാഹു വീണ്ടും ഇസ്മുൽ ജലാല ലാമിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. അല്ലാഹു ലാമിന്റെ മഖ്റജിൽ മാറ്റം വരാതെ ശ്രദ്ധിക്കുക. അല്ലാഹു യബസുതു യബസുതു ത്വാഇന് തഫ്ഖീം കൊടുക്കണം. ഖവിയ അക്ഷരാണ്. എന്നാൽ ആ ത്വാഇനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സീന് സ്വാദ് പോലെ ബുസൂതു എന്നായി പോയത്. യബസുതു യബസുതു റിസ്ഖ ത്വാ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ത്വായില്
ഹംസ് വരാൻ പാടില്ല എന്നതാണ്. ഉച്ചരിക്കുമ്പോൾ ഹംസ് വരരുത്. ഹംസിന്റെ അക്ഷരങ്ങൾക്ക് മാത്രമേ ഹംസ് വരാൻ പാടുള്ളൂ. യബ്സുത്തു الرزق لمن يشاء. ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീം കൊടുക്കണം. الرزق لمن يشاء. സാക്കിനത്തായ നൂൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് യായിലേക്ക് ലയിപ്പിച്ച് നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലിമൻ യശാ. യശാഉ ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അവിടെ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മിൻ ഇബാദിഹി വയഖദിറു ലഹു. മിൻ ഇബാദിഹി സാക്കിനതാനൂൻ ശേഷം ഐന് ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ വെളിവാക്കുക, മണിക്കാതെ വ്യക്തമാക്കുക. മിൻ ഇബാദിഹി ഹാ ദമീറിന് മദ്ദുസിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം ദീർഘം നൽകുക. മിൻ ഇബാദിഹി വയഖദിറു ലഹു. വയഖു ഖാഫിന് ഖൽഖല സുഗ്റ നൽകണം. യബ്സുത്തുൽ ബായിനും ഖൽഖല സുഗ്റാണ്, നേരത്തെ കഴിഞ്ഞു. ഇവിടെ യഖദിറു എന്ന് പറയുമ്പോൾ ഖാഫിനും ഖൽഖല സുഗ്റ, അതോടൊപ്പം തഫ്ഖീമും ഖാഫിനുണ്ടാകും. വയഖദിറു റായിനും തഫ്ഖീം. വയഖദിറു ലഹു ചേർത്ത് ഓതുകയാണെങ്കിൽ ലഹു ഇന്ന എന്ന് മദ്ദുസ്സിലത്തുൽ കുബ്ര അവിടെ നൽകണം. മദ് മുൻഫസിലിന്റെ വിധിയാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയം. ലഹു ഇന്നല്ലാഹ നൂൻ മുശദ്ദദ മണിക്കുക. ഇന്ന അല്ലാഹ ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കുക. ബികുല്ലി ഷൈഇൻ അലീം. ഷൈഇൻ തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ബികുല്ലി ഷൈഇൻ അലീം. വലഇൻ സഅൽതഹും ആവർത്തിക്കുകയാണ്, നേരത്തെ വന്ന അതേ പദം തന്നെ. സാക്കിനത്താനൂൻ ശേഷം സീൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക, മണിക്കലിൽ തർഖീഖ് നൽകുക. വലഇൻ സഅൽതഹും മൻ നസ്സൽ. സഅൽതഹും ശേഷം സാക്കിനത്താനൂനും ശേഷം മീമും പൂർണ്ണമായി ഇദ്ഗാം ചെയ്ത് 2 മീമിനെയും ശബ്ദ ഉള്ള ഒറ്റ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈനി അല്ലെങ്കിൽ മിസ്ലൈനി സഗീർ എന്നൊക്കെ പേര് നൽകപ്പെടുന്ന ലയിപ്പിക്കൽ. വലഇൻ സഅൽതഹും മൻ നസ്സൽ. മൻ നസ്സല അവിടെ നൂനിനെ സാക്കിനത്തായ നൂനിന് ശേഷമുള്ള നൂനിൽ ഇദ്ഗാം ചെയ്യുന്നു. ഇദ്ഗാം ബിഗുന്നയുടെ ഗണത്തിൽ വരുന്നു. അവിടെയും മിസ്ലൈനി സഗീറിന്റെ വിധിയാണ്, ഇവിടെ മണിക്കുകയും വേണം. അപ്പോൾ വലഇൻ സഅൽതഹും മൻ നസ്സൽ ഇദ്ഗാം കാമിൽ ബിഗുന്ന. മൻ നസ്സൽ. മൻ നസ്സല മിനസ് സമാ. വീണ്ടും ഈ 2 ദീർഘങ്ങൾ മദ് മുത്തസിൽ വാജിബ്. അലിഫുകളെ നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഫഅഹ്യാ ബിഹിൽ അർദ്. തൻവീനും ശേഷം ഫാഉം ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക, മണിക്കലിൽ തർഖീഖാണ്. മാ ആയി പോകണ്ട. ഹാഇന്റെ ഉച്ചാരണത്തെ ശ്രദ്ധിക്കണം. വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യമാണ് ഹാഇന്റെ മഖ്റജ്. ഫഅഹ്യാ ബിഹിൽ അർദ മിൻ ബഅദി മൗതിഹാ. മിൻ ബഅദി അൽ അർദയിൽ റായിനും ضادനും തഫ്ഖീമാണ്. റായിനും ضادനും തഫ്ഖീം കൊടുക്കുക. മിൻ ബഅദി സാക്കിനത്താനൂൻ ശേഷം ബാഇ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലത്തിൽ സാക്കിൻതാ മീം ബായിന് മുമ്പിൽ വരുമ്പോഴുള്ള ഇഖ്ഫ ഷഫവിയാണ് സംഭവിക്കുക.
മീൻ ബഅദി മണിച്ചുകൊണ്ട് ചരിക്കുക. മീമാക്കി മാറ്റി മണിക്കുക. മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ്. വീണ്ടും ആവർത്തിക്കുന്നു. ലയഖൂലുന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ചരിക്കുക. ഖാഫിനും തഫ്ഖീം. ലയഖൂലുന്ന അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കുക. ഖുലിൽ ഹംദുലില്ലാഹ്. ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമാണ്, അപേക്ഷിതമാണ്. ഇസ്മിയ തഫ്ഖീം. അൽഹംദു. ഖുൽ അൽഹംദു. അവിടെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുന്നതിനാൽ ലാമിന് കസ്റ കൊടുത്തു, ഇൽതിഖാ സാക്കിനെയും പരിഹരിക്കാൻ വേണ്ടി. ഖുലിൽ ഹംദു. അൽഹംദുവിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം, മണിച്ചു പോകരുത്. ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും. കാഫിന് ഷിദ്ദത്തും ഹംസുമുള്ള അക്ഷരമാണ്. അക്സറുഹും. റാഇന് തഫ്ഖീം. സാക്കിനത്തായ മീം പദത്തിന്റെ അന്ത്യത്തിൽ. ബൽ അക്സറുഹും. അവിടെ ഹംസ ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. അക്സറുഹും വ്യക്തമാക്കി ഹംസ ഉച്ചരിക്കുക. തർക്കീഖ് നൽകണം. ഇസ്തിഫാലിന്റെ ഹർഫായതുകൊണ്ട് കാഫും ഷിദ്ദത്തിന്റെയും ഹംസിന്റെയും അക്ഷരം. ബൽ അക്സറുഹും. റാഇന് തഫ്ഖീം കൊടുക്കുക. വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അത് അക്സറുഹും എന്ന് സീന് പോലെ സാ പോലെ ആയിപ്പോരുത്. അക്സറുഹും. റാഇന് തഫ്ഖീം. അന്ത്യത്തിൽ വന്ന സാക്കിൻ തമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. യ എന്ന് പറയുമ്പോൾ ഐനിന്റെ ഉച്ചാരണം. വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യം വ്യക്തമായി ഐൻ ഉച്ചരിക്കുക. ഖാഫിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, കാരണം കസ്റ വന്നിട്ടുണ്ട്, മക്സൂറത്താണ്. ലാ യഅഖിലൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله. فأنى يؤفكون. الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله. قل الحمد لله بل أكثرهم لا يعقلون.